വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ. ഓങ്ങല്ലൂർ തൊണ്ടിയന്നൂരിൽ സ്വകാര്യ ക്വാറി ആരംഭിച്ചതിനെതിരെയും പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് മലിനജലം ഒഴുക്കിയ വ്യാപാര സ്ഥാപനങ്ങളെ അടപ്പിച്ച നടപടിക്കെതിരെയും ചൊല്ലി പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ച. ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പിടാൻ വേണ്ടി റോഡ് പൊളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് യോഗത്തിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 2ാം വാർഡ് തൊണ്ടിയന്നൂരിൽ സ്വകാര്യ ക്വാറി ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടും ക്വാറിയിലേക്ക് പുതുതായി ഉണ്ടാക്കിയ വഴി നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് എന്നിവർ വിഷയം ഉന്നയിച്ചത്. അതേസമയം ക്വാറി പ്രവർത്തിക്കുന്നത് നിയമാനുസൃതമായാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി യോഗത്തിൽ മറുപടിയായി പറഞ്ഞു. വഴിയുണ്ടാക്കിയ പ്രശ്നം അറിഞ്ഞിട്ടുണ്ടെന്നും ആദ്യം ഉണ്ടാക്കിയ വഴി ഫോറസ്റ്റ് അധീനതയിലാണോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പുതിയ വഴി ഉണ്ടാക്കിയത് നീർച്ചാൽ പരിവർത്തനം നടത്തിയിട്ടാണോ എന്ന് വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഗിരിജാദേവി പറഞ്ഞു. താലൂക്ക് തഹസിൽദാർ സ്ഥലം സന്ദർശിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മറ്റൊരു വിഷയം ചർച്ചയായത് ഭാരതപ്പുഴയിലേക്ക് മലിനജലം ഒഴുക്കിയ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്ത് അടപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി PT മുഹമ്മദ് മാസ്റ്ററാണ് വിഷയം ഉന്നയിച്ചത്. പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും 2 തവണ നോട്ടീസ് നൽകിയിട്ട് ഒരു മാറ്റവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടപടി കടുപ്പിച്ചതെന്നും നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി മറുപടി പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ, ആനന്ദവല്ലി, KKA അസീസ് എന്നിവർ വിഷയം ഉന്നയിച്ചു. ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക പരിഹരിക്കാൻ ഉടൻ യോഗം വിളിച്ചു ചേർക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ചില സ്ഥലങ്ങളിലെ അനധികൃത മണൽ കടത്തും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജനപ്രതിനിധികളുടെ അസാന്നിധ്യവും ഉണ്ടായിരുന്നു.